യാത്രകളെ പ്രണയിക്കുന്ന ഒരു ഡോക്ടറുണ്ട് എറണാകുളത്ത്. ആരും പെട്ടെന്ന് പോകാനിടയില്ലാത്ത സ്ഥലം തേടിപ്പിടിച്ചാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ യാത്രകൾ. ഈ വാലന്റൈൻസ് ദിനത്തിൽ യാത്രയോടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുകയാണ് ഡോക്ടർ. പ്രണയം പലർക്കും പലതിനോടായിരിക്കും. ഡോക്ടർ വിജയലക്ഷ്മിക്ക് അത് യാത്രകളോടാണ്. 24-ാം വയസ്സിലായിരുന്നു ഡോക്ടറുടെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ്. അന്ന് തുടങ്ങിയ യാത്രകളോടുള്ള പ്രണയം 2025-ലെ അന്റാർട്ടിക്ക യാത്ര വരെ എത്തി നിൽക്കുകയാണ്. തനിച്ചുള്ള യാത്രകളാണ് ഇഷ്ടം. അപ്പോൾ ആക്ച്വലി ഇത് ആദ്യമായിട്ടൊരു ഇങ്ങനെ ഒരു മലയാളി ടൂർ ഗ്രൂപ്പ് പോകണമെന്ന് കണ്ടപ്പോൾ ഞാൻ കയറിയതാണ്. എനിക്കിങ്ങനെ എൻ്റെ യാത്രകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നേരത്തെ പ്ലാൻഡൊന്നുമല്ല. നേരത്തെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ പോകും. അല്ലെങ്കിൽ ഞാൻ കാണാത്ത എന്തെങ്കിലും സ്ഥലമോ എന്തെങ്കിലും ഒരെണ്ണം ഇമ്പോർട്ടൻസോ തോന്നുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയാണ് പതിവ്. മനസ്സിലൊരു സ്ഥലത്തോട് പ്രണയം തോന്നിയാൽ കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യുക. ഫാമിലിയുടെ എല്ലാ യങ്സ്റ്റേഴ്സും ചോദിക്കുന്ന പ്രശ്നമാണ് അവർക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുക. ആർക്ക് വേണമെങ്കിലും നമ്മളോട് എതിര് പറയാം. ഫാമിലിയിലുള്ളവരാണെങ്കിലും ഏറ്റവും ആദ്യം അവർക്ക് നമ്മളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചായിരിക്കും. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ, കൂടെ ഉണ്ടോ, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇത്യാദികളൊക്കെ അവർ ചോദിക്കും. അന്റാർട്ടിക്ക യാത്രയുടെ വിശേഷം പറയുമ്പോൾ യാത്രയിലെ ആവേശം ഡോക്ടർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞു മനുഷ്യവാസം ഇല്ല, ശരിയാണ്. പക്ഷെ അവിടെയും ഞാൻ ഈ ഒരു ക്രൂസിൻ്റെ കൂടെയാണ് പോയത്. ക്രൂസിലല്ല, ഈ എക്സ്പെഡീഷൻ്റെ കൂടെയാണ് പോയത്. അതിനകത്ത് ബേർഡ് വാച്ചേഴ്സ് മുതൽ സയൻറ്റിസ്റ്റ് മുതൽ ജിയോളജിസ്റ്റുകൾ മുതൽ നെയിം ഇറ്റ് എല്ലാത്തരം ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഷിപ്പിലിരുന്നും ക്ലാസ് എടുക്കുന്നുണ്ട്. സ്നോയിൽ കൂടെ എങ്ങനെയാണ് റെഡി ആക്കേണ്ടത് എന്നൊക്കെ ഉള്ളതും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജിയോളജിക്കലി എന്തൊക്കെയാണ് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. യാത്രകളെ പ്രണയിക്കുന്ന ഡോക്ടർക്ക് മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചും സ്വന്തം വിലയിരുത്തലുകളുണ്ട്. ഡോക്ടറുടെ ഭാഷയിൽ ഏത് മുറിവിനും എഴുതി കൊടുക്കാവുന്ന മരുന്നാണ് പ്രണയം. പ്രായഭേദമന്യേ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രായമായാലും നമുക്ക് സ്നേഹിക്കാം, പ്രായം കുറഞ്ഞിരുന്നാലും നമുക്ക് സ്നേഹിക്കാം, എല്ലാത്തിനും നമുക്ക് സ്നേഹിക്കാം, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയത്തിന് പ്രായമില്ലത്രേ. യാത്രകളോടുള്ള അടങ്ങാത്ത പ്രണയം ഡോക്ടർ വിജയലക്ഷ്മിയെ എത്തിച്ചത് 7 ഭൂഖണ്ഡങ്ങളിലായി 72 രാജ്യങ്ങളിലാണ്. വിഷ്ണുവിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.